ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. അമ്മ പുറത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മൂത്ത കുട്ടി 5 വയസ്സുണ്ടാവും. അവളമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ പുതിയതായിട്ട് വാങ്ങി ഒട്ടിച്ച ആ വാൾപേപ്പറിന് മുഴുവൻ അനിയത്തിക്കുട്ടി വാവ നിറയെ കുത്തി വരച്ചിരിക്കുന്നു. അവൾക്കാകാവുന്ന ഉയരത്തില്ല. പിന്നെ സ്റ്റൂൾ വലിച്ചിട്ട് അതിനും മീതെ. അമ്മയ്ക്ക് സങ്കടം വന്നു. നല്ലതുപോലെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നല്ലതുപോലെ അരിഷ്ടിച്ച വീടിന് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. വീട് കുറേ കൂടി മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിലയേറിയ വാൾപേപ്പറുകൾ വാങ്ങി ഒട്ടിച്ചത്. അകത്ത് പ്രവേശിക്കുമ്പോൾ ശരിയാണ്, ഭിത്തി മുഴുവൻ ക്രയോൺസ് കൊണ്ട് കുത്തിവരച്ചിട്ടിരിക്കുക. എന്നാൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു. കുട്ടി ഒരേ ഒരു കാര്യം തന്നെയാണ് കുത്തി വരക്കുന്നത്. അതെന്തെന്ന് അമ്മ ശ്രദ്ധിച്ചെടുത്തപ്പോൾ, വായിച്ചെടുത്തപ്പോൾ ഒരേ കാര്യം തന്നെയാണ് പല വർണ്ണങ്ങൾ കൊണ്ട് കുട്ടി എഴുതുന്നത്. മമ്മ ഐ ലവ് യു, മമ്മ ഐ ലവ് യു. ഈ കഥ മിക്കവാറും എല്ലാ മനുഷ്യരുടെയും കഥയാണ്. എല്ലാവരും തങ്ങളുടെ പരിസരത്തോടും കുടുംബത്തോടും ഉറ്റവരോടും സഹപ്രവർത്തകരോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത് അവരെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ എന്നിട്ട് നിർഭാഗ്യവശാൽ അത് വായിക്കാൻ പറ്റുന്ന അത്ര വിധത്തിൽ വ്യക്തതയുള്ളതല്ല, ഭംഗിയുള്ളതല്ല. ചിലപ്പോൾ കുത്തിവരച്ചത് കണക്കും ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നു. ഓരോരുത്തരും എഴുതുന്ന കാര്യങ്ങൾക്ക് കുറേ കൂടി തെളിച്ചം കൊടുക്കാൻ വേണ്ടി, വ്യക്തം എടുക്കാൻ വേണ്ടിയായിരുന്നു ഗുരു നമ്മളോടൊപ്പം സഞ്ചരിച്ചത്. ഒന്നും അത്ര സ്വാഭാവികമായിട്ട് ആരും കരുതണ്ട. അവർക്ക് ഒരു മിത്താണ് ഈ സ്നേഹമെന്ന് പറയുന്നൊരു സ്വാഭാവിക അനുഭവമാണെന്ന്. കുറേ പേര് കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു മേൽക്കൂര ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ അത്തരം അനുഭവങ്ങളൊക്കെ നമ്മൾ ഈ ദിനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഓരോരുത്തരും രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവരവരെ തന്നെയായിരിക്കും. പുറത്ത് കടക്കുമ്പോഴാണ് തങ്ങൾ ഉറ്റവരതിനകത്ത് പെട്ടുപോയെന്നൊക്കെ അവർ ഹൃദയഭാരത്തിൽ ഓർമ്മിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ചിന്തിക്കാനായിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ തന്നെ സർവൈവലാണ്, അവരവരുടെ നിലനിൽപ്പ്. പിന്നെ തൻ്റെ പ്രാണനേക്കാൾ വേറൊരാളെ പ്രാണനൊരാൾ മൂല്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് ചിന്തിക്കാൻ സമയം കിട്ടുന്നുമുണ്ടാണ്. അപ്പോൾ ചിന്തയും ബോധനം കൊണ്ടും ഒക്കെ സംഭവിക്കേണ്ട ഒരു ഭംഗിയുള്ള വികാരത്തിൻ്റെ പേരാണ് സ്നേഹം. അതിനത്ര സ്വാഭാവികമായിട്ട് കരുതി അതിനു മീതെ കാര്യമായ ശ്രദ്ധയോ പരിചരണമോ വിനിമയങ്ങളോ വ്യാപാരങ്ങളോ ആവശ്യമില്ലെന്ന് കരുതിയാൽ കഷ്ടം. യേശു പറയുന്ന കഥയ്ക്കകത്തെ ഒളിച്ചു വെച്ച താലന്തെന്നൊക്കെ പറയുന്ന ഇങ്ങനെ സ്നേഹാനുഭവങ്ങൾ ഒളിച്ചു വെച്ചവരുടെ കഥ തന്നെ. ഒടുവിൽ എടുക്കേണ്ട നിമിഷത്ത് ഉണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ പോലും അവരെ കൈവശമില്ലാതെ പോകുന്നു. അവരിങ്ങനെ ഓട്ടക്കയോടെ നിൽക്കുന്നു. നമ്മുടെ സ്നേഹഭാവനകൾക്ക് വ്യക്തത കൊടുക്കാൻ വേണ്ടി, തിരുത്ത് കൊടുക്കാൻ വേണ്ടി യേശു വരുന്നു. ഭൂമിയുടെ തിരുത്തായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ആ തിരുത്തൊക്കെ ആരംഭിക്കുന്നത് മരുഭൂമിയിലെ കഥ തൊട്ട് തന്നെയാണ്. യേശു എങ്ങനെയാണ് മാനവരാശിയുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്, അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് തൻ്റെ പരസ്യയുദ്ധമൊക്കെ ആരംഭിക്കുന്നത്? സാത്താനെ തിരുത്തിക്കൊണ്ടാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പ്രലോഭന കഥയൊക്കെ ആയിട്ട് അതിനെ വായിക്കുന്നതിനകത്ത് കുറച്ചൊരു ക്വാളിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. യേശുവിനെ കണക്ക് ഒരാൾ എന്തിന്, അല്ലെങ്കിൽ യേശുവിനെ കണക്ക് ഒരാൾ ആ തിന്മയുടെ പ്രലോഭനത്തിൽ വശംവദനാകുക, വിധേയപ്പെടുക, കുറേ നേരമെങ്കിലും അതിനെ അഭിമുഖീകരിക്കുക എന്നൊക്കെ പറയുന്ന പക്ഷേ അതിനേക്കാൾ ഭംഗിയാണ് യേശു ആ തിന്മയുടെ ശക്തിയെ തിരുത്താനായിട്ട് ശ്രമിക്കുക. സാത്താൻ പറയുന്നതൊക്കെ തൻ്റെ ബോധ്യങ്ങളാണ്. കാലാകാലങ്ങളായിട്ട് അയാൾ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ അയാൾ വഴി അയാളെ കണക്ക് അയാളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ രൂപപ്പെടുത്തിയ ചില ധാരണകളെ തിരുത്തിക്കൊണ്ട് യേശു ആരംഭിക്കുന്നത്. അയാൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു. യേശു പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയല്ല. നുണകളുടെ പിതാവെന്ന, നുണകളുടെ അച്ഛൻ എന്നാണ് യേശു സാത്താന് പേരിട്ടിരിക്കുന്നത്. ആ നുണകളുടെ അച്ഛനാണ് പല നുണകളും സത്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിനായിട്ട് കൃത്യമായിട്ട് ധ്യാനിക്കുമ്പോൾ, കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ സ്നേഹമല്ലാത്ത പല അനുഭവങ്ങളെയും സ്നേഹമെന്ന് സങ്കല്പിക്കാനും തെറ്റിദ്ധരിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ നുണകളുടെ പിതാവ്. അപ്പോൾ ആ നുണകളുടെ അച്ഛനെ തിരുത്തിക്കൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. സ്വന്തം സ്നേഹഭാവനകൾക്കകത്ത് പാളിപ്പോയ ഒരു ചെറുപ്പക്കാരനെ യേശു തിരുത്തി എന്തുമാത്രം മുമ്പോട്ട് കൊണ്ടുപോയെന്ന കഥ അറിയണമെങ്കിൽ ഈ രാത്രിയിൽ വെറുതെ ഒന്ന് യോഹന്നാനെ ഓർമ്മിച്ചാൽ നല്ലതാണ്. പലരും വിചാരിക്കുന്നുണ്ട് 12 ശിഷ്യന്മാരിൽ ഏറ്റവും കഠിനഹൃദയനും ഏറ്റവും നെഗറ്റീവായിട്ടൊക്കെ കരുതപ്പെടാവുന്ന ക്യാരക്ടർ ജൂഡസാണെന്ന്. ഒരുപക്ഷെ ജൂഡസിനേക്കാൾ കഠിനഹൃദയനായിട്ട് അനുഭവപ്പെടുന്ന, ജൂഡസിനേക്കാൾ നെഗറ്റീവായ ചായ്വുകളുണ്ടായ മനുഷ്യൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ്റെ ട്രാക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു 3 ഇടങ്ങളിലെങ്കിലും നമ്മൾ യോഹന്നാനെക്കുറിച്ച് അത്ര ഭംഗിയല്ലാത്ത, കുലീനമല്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഒന്നിങ്ങനെ
യേശു സമരഗ്രാമത്തിലൂടെ പോകുമ്പോഴാണ്. യേശുവിനെ സമരഗ്രാമം സ്വീകരിക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ പറയുന്നത് ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ഏറ്റവും കഠിനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണത്? ആകാശത്തിന് തീയിറക്കി നമുക്ക് ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാം. 1 or 2 പേരുള്ള അതൃപ്തി അവർ പ്രതിദാനം ചെയ്യുന്ന വംശത്തോടും ഗോത്രത്തോടും ദേശത്തോടും ഒക്കെ വ്യാപിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്ക് ഫാസിസം എന്നാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും കൃത്യമായ ഫാസിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആളുടെ പേരാണ് യോഹന്നാൻ. വിശേഷിച്ച് നമ്മുടെ കാലത്ത് മനുഷ്യർ ഇതിലേക്ക് ഒത്തിരി ചാഞ്ഞു പോകുന്നുണ്ട്. ഓരോരുത്തരും വേറൊരു സമൂഹത്തെയും മതത്തെയും ആചാരങ്ങളെയും ഒക്കെ വല്ലാത്ത ഹോസ്റ്റിലിറ്റിയോടെയാണ് കണ്ടുകൊണ്ടിരിക്കണം. ചുറ്റിന് ഹിംസയുടെ കഥകൾ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു. വിശേഷിച്ചും ഈ ദൈവനാമത്തിലൊക്കെ നടക്കുന്ന ഹിംസകളാണ്. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് കൊല്ലുന്നു കരുന്ന കാലം വരുന്നു. ഇത്ര സത്സന്ധമായിട്ട് ആ വരികൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം ദിനങ്ങളിലൊക്കെ. എല്ലായിടത്തും ഒരു പകയുടെ വിദ്വേഷത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അന്തർദേശീയ തലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങളിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ ഒരു പകരം. എല്ലാവരും തങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾക്ക് കഠിനമായിട്ട് ഇങ്ങനെ പല്ലും നഖമൊക്കെ എടുത്തുകൊണ്ടാണ് നേരിടാനായിട്ട് ശ്രമിക്കുക. ആർക്കും വേറൊരാൾ പറയുന്ന കാര്യങ്ങളുടെ ആംഗിളുകൾ മനസ്സിലാവുന്നില്ല. യേശു അവനെ തിരുത്തിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ സ്നേഹസങ്കല്പങ്ങൾ ഇടപെടാൻ പോവുകയാണ്. യേശു അവനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ ഭരിക്കുന്ന ഏതാത്മാവോ? സത്യാത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, കരുണയുടെ ആത്മാവാണ്. ഓരോരോ ഇടങ്ങളെ വിധിക്കുമ്പോൾ, ആചാരങ്ങൾ വിധിക്കുമ്പോൾ, രീതികളെ വിധിക്കുമ്പോൾ, മതങ്ങളെ വിധിക്കുമ്പോഴൊക്കെ ആ ശബ്ദം ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ഭരിക്കുന്ന ഏതാത്മാവാണ്. സ്നേഹമെന്ന് പറയുന്നത്, സ്നിഗ്ധം എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് വരുന്നത്. സ്നിഗ്ധം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു ഹർട്ട് എന്നാണ്. എപ്പോഴും ഇങ്ങനെ നിഷേധം, നെഗേഷനാണ്. അല്ലെങ്കിൽ എന്താ സ്നേഹം? നോട്ട് ടു ഹർട്ട് ഈസ് ലവ്. അത്രയും കൃത്യമായിട്ട് ഭൂമിയോട് പറയാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്, കൊലപാതകത്തിന് ഇനി ചോര പൊടിയണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ആളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ സഹോദരനെ ഭോഷാന്ന് കരുതുന്ന ഒരാൾ കൊലപാതകം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹിംസയുടെ വിവിധ രൂപങ്ങൾ, വിവിധ ഭാവങ്ങളെ ഇത്ര കൃത്യമായിട്ടാണ് ഗുരു നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഒന്നതാണ്, ഈ മനുഷ്യൻ്റെ ആ ഭംഗിയില്ലാത്ത ജീവിതത്തിലേക്ക് യേശു കുറേ കൂടി വിശാലത പറഞ്ഞുകൊണ്ട്, നടുങ്ങി തിരിഞ്ഞുകൊണ്ട്, അവനെ നോക്കിക്കൊണ്ട് തിരുത്തിക്കൊണ്ടൊക്കെ അവൻ്റെ ജീവിതത്തെ കുറേ കൂടി ഭംഗിയുള്ളതാക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട്, ഇങ്ങനെ ആവശ്യത്തിലേറെ സ്വാർത്ഥതയുള്ള ഒരാളായിട്ട് യോഹന്നാൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ സഹോദരനുമായി വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിൻ്റെ മഹത്വത്തിൻ്റെ നാളുകളിൽ ഇടതും വലതും ഞങ്ങൾ ഇരുവരെ ഇരുത്തണമേ. 12 പേരിൽ തങ്ങളുടെ കാര്യങ്ങൾ മാത്രം കാംക്ഷിക്കുക എന്ന് പറയുന്നത്, തങ്ങളുടെ കാര്യങ്ങൾ മാത്രം ഭംഗിയാണെന്ന് കരുതുന്നത് കൃത്യമായ സ്വാർത്ഥതയുടെ ഒരു പഴയ കഥയല്ലേ. എല്ലായിടത്തും അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ എന്തൊരു നീതി നിഷേധം നടക്കുക. എത്ര അർഹതയുള്ള പേരാണ്, എത്ര അവകാശമുള്ള മനുഷ്യരാണ് പുറന്തള്ളപ്പെടുക. എല്ലായിടങ്ങളിലും, വിശേഷിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കേരള പരിസരത്തിൽ ഈ ഫേവറിസം എന്ന് പറയുന്നൊരു കാര്യം, അതിന് പിന്നിൽ മനുഷ്യൻ ചെലവഴിക്കുന്ന എനർജിയും പണവും, അതിന് പിന്നിൽ മനുഷ്യൻ വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങൾ ഒക്കെ ഇങ്ങനെ അവനവൻ്റെ കാര്യം സുരക്ഷിതമാക്കുക എന്ന് പറഞ്ഞ ധർമ്മമാണ്. പക്ഷേ അതിനെ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ജീവിതത്തെ വഴിതിരിച്ച് വിടുക. പക്ഷേ അവരോട് പറഞ്ഞ് ഇടതും വലതും ഒക്കെ ഇരിക്കുക എന്നുള്ളത് നിശ്ചയിക്കേണ്ട ആൾ ഞാനല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പങ്കുചേരുന്ന സ്നാനത്തിൽ പങ്കുചേരാൻ പറ്റുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ ശേഖരിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ജീവിതത്തിൻ്റെ ഏത് പാനപാത്രം നിങ്ങൾ കുടിച്ചിട്ടുണ്ട്? എന്തുമാത്രം കയ്പനുഭവങ്ങളും നെഗറ്റീവ് അനുഭവങ്ങളോടും നിങ്ങൾ ഉരഞ്ഞു നിന്നിട്ടുണ്ട്? ഭംഗിയായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ദിശയെ മാറ്റിവിടാൻ ശ്രമിക്കുക യേശു. മാർക്കിൻ്റെ സുവിശേഷത്തിൽ ഇത് ചോദിക്കുന്ന മക്കളാണ്. മാത്യുവിൻ്റെ സുവിശേഷത്തിൽ ഇത് അമ്മയാണ് ചോദിക്കുന്നത്. എക്സൈറ്റിക്കലായിട്ടൊക്കെ പറയുമ്പോൾ മിക്കവാറും മാർക്ക് പറഞ്ഞു തന്നെയായിരിക്കും ശരി. കാരണം ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മാർക്കിൻ്റെതാണ്. അതിനർത്ഥം മക്കൾ തന്നെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ മാത്യുവിൻ്റെ സുവിശേഷം എഴുതപ്പെടുന്ന കാലത്തിനകത്ത് ഒരുപക്ഷെ അമ്മയിലേക്ക് ആ ചോദ്യം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുന്നതൊക്കെ ഉള്ള പോലെ ചില പഠനങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളെ കുറേ കൂടി സേഫാക്കാൻ വേണ്ടി അമ്മമാർ ചോദിച്ചതെന്നൊക്കെ മറ്റുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭംഗിയുള്ളൊരു വരി നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട, നിശ്ചയമായിട്ട് എല്ലാവരും തന്നെ വായിച്ചിടാൻ ഞാൻ വിചാരിക്കുന്നു. ഭാഗം 1 കൊറിന്ത്യർ 13-ാം അധ്യായം, സ്നേഹത്തിന് വേണ്ടിയുള്ള വാഴ്ത്ത. അതിനിങ്ങനെ സ്നേഹത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ കുട്ടികൾക്കൊക്കെ അവധിക്കാലമാണെന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം കുട്ടികളുടെ ആൻസർ പേപ്പറുകൾ അധ്യാപകർ വാല്യൂ ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. കുഞ്ഞുങ്ങളെയൊക്കെ
വാല്യൂ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ പരീക്ഷാ കടലാസിൽ ഇങ്ങനെ മാർക്കിടുന്ന ഈ കാലത്തിനകത്ത് മുതിർന്നവർക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് സ്നേഹത്തിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് എത്ര കാര്യങ്ങൾക്കകത്ത് നമുക്ക് പാസ് മാർക്ക് കിട്ടും. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് വെച്ചൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ രക്ഷയില്ല, വല്ലാതെ തോറ്റുപോകുന്നതാണ് അനുഭവപ്പെടുന്നത്. അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് കണക്ക് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ഇങ്ങനെ സ്നേഹം ഒരിക്കലും സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. പിന്നീട് വല്ലാത്ത അസഹിഷ്ണുത, നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഒരു ദിവസം വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നടന്നു പോകുമ്പോൾ നിൻ്റേതല്ലാത്ത, നിന്നോടൊപ്പമല്ല അല്ലെങ്കിൽ നമ്മളോടൊപ്പമല്ലാത്ത കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇങ്ങനെ നിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കുന്നതും അത്ഭുതങ്ങൾ ചെയ്യുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവരെ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു അസഹിഷ്ണുതയാണ് ഓരോരുത്തരും പുറത്ത്. ഇൻടോളറൻസ് ടു ദ കോർ. നന്മ ചെയ്യുന്നെങ്കിൽ പോലും നമുക്കതിനകത്ത് താല്പര്യമില്ല. നേരത്തെ പറഞ്ഞ ഭാഗത്തിനകത്ത് തന്നെ പറയുന്നൊരു വാക്കുണ്ട്, സ്നേഹം ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം അവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോണിൻ്റെ ജീവിതം ഇങ്ങനെ ഫ്ലോപ്പാണ്. ഒന്നുമില്ല, ക്വാളിറ്റി എന്ന് പറയുന്നൊരു അനുഭവമില്ല. അതുകൊണ്ട് യേശു അവനോട് പറഞ്ഞത്, യോഹന്നാനെ, നമുക്കെതിരല്ലാത്തവരൊക്കെ നമ്മളോടൊപ്പമാണ്. നമുക്കെതിരല്ലാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ പള്ളി വരുന്നവരോ, വരാത്തവരോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വരാത്തവരോ, നമ്മുടെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള മതപരമായ ചടങ്ങുകളിൽ പങ്കുചേരാത്തവരോ, നമുക്കെതിരല്ലാത്തവരെന്നൊക്കെ പറയുന്ന അർത്ഥം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന മൂല്യങ്ങൾ എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്നവർ ഒക്കെ. കരുണ, സ്നേഹം, സഹാനുഭൂതി, നീതിബോധം, ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെ ഒരേ തൊഴുത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. അവർക്കിടയിൽ എന്തിനാണ് വിവേചനം? അല്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിന് താരതമ്യം ആവശ്യമുണ്ട്? താരതമ്യങ്ങളല്ലേ ജീവിതത്തിൻ്റെ ഭംഗി കെടുത്തുന്നത്. സഭയുടെ കാര്യങ്ങൾക്കകത്തുമൊക്കെ ഏകദേശം 33,000 ചെറിയ ചെറിയ സഭകളുണ്ടെന്നാണ് കരുതപ്പെടുക. ഓരോ സഭയും മറ്റൊന്നിനേക്കാൾ ഭേദമായിട്ട് സ്വയം കരുതുന്ന ഒരു കാലത്തിനകത്ത് ഒരുപക്ഷെ നന്നായിട്ട് വായിക്കേണ്ട ഭാഗമാണിത്. നമുക്കെതിരല്ലാത്തവരൊക്കെ നമ്മളോടൊപ്പം. നീതിയും സ്നേഹവും കരുണയുമൊക്കെ പുരമുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന, വഴിയോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്ന എല്ലാവരും ഒരേ ദിശയിലേക്ക് നടക്കുന്ന, ഒരേ സ്വപ്നത്തിലേക്കാണ് നടന്നു പോകുന്നത്. അങ്ങനെ 3 ഇടങ്ങളിൽ ഈ യോഹന്നാൻ്റെ ആ ഭംഗിയില്ലാത്ത ചില സ്നേഹ അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാടുകളെ യേശു തിരുത്തിയെടുക്കുന്നു. പക്ഷേ ഇത്തരം ബൗദ്ധികമായ തിരുത്തലുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്കൊരു വലിയൊരു ധാർഷ്ട്യമുണ്ട്. നമ്മുടെ അറിവുകളാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മധ്യവയസ്സിലൊക്കെ എത്തുമ്പോൾ എനിക്കറിയാവുന്ന ആകപ്പാടുള്ള സത്യം ഇതാണ്, നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. ഒരറിവും നമ്മളെ രക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ എത്ര ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ ക്ഷമ, മാപ്പ്, പൊറുതി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട് കുഞ്ഞുങ്ങളുടെ ഒരു കൈപ്പിഴ പോലും പുറക്കാൻ നമുക്ക് പറ്റണില്ല. അല്ലെങ്കിൽ അയാളുടെ അവിശ്വസ്തതയെ ഇങ്ങനെ കുറേ കൂടി കുലീനമായിട്ട് നേരിടാൻ നമുക്ക് പറ്റണില്ല. അപ്പോൾ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വല്ലാത്തൊരു സ്നേഹാനുഭവത്തിലോട്ട് പ്രവേശിക്കാതെ ഇത്തരം സ്നേഹ സംഭാഷണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ആ വലിയ സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് യോഹന്നാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് ഭാഗ്യം. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, തിരുവത്താഴ മേശയിൽ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ തൻ്റെ ശിരസ് യേശുവിൻ്റെ ചങ്കോട് ചേർന്ന് കിടന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരുടെയെങ്കിലും കരവലയത്തിൽ, ഉറ്റവരെ കരവലയത്തിൽ നിങ്ങൾ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ ശിരസ് ആ ഉറ്റവരുടെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അതിൻ്റെ മിടിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മിടിപ്പ് ശ്രദ്ധിച്ചവർക്കറിയാം എന്തിലേക്കാണ് യോഹന്നാൻ ചാഞ്ഞിരിക്കുന്നതെന്ന്. ശുദ്ധ സ്നേഹത്തിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. നമ്മൾ അപൂർവനായ മനുഷ്യ, നമ്മുടെ സ്നേഹത്തിന് പരിമിതികളുണ്ട്. എന്നിട്ടും ആരെയോ ചേർത്ത് പിടിച്ചപ്പോൾ നമ്മുടെ ചങ്ക് എത്ര ഭംഗിയായിട്ടാണ് മിടിച്ചത്. ആ മിടിപ്പ് നമ്മൾ ചേർത്ത് പിടിച്ചവർക്ക് എത്ര ഭംഗിയായിട്ടാണ് മനസ്സിലായത്. ഇതാവട്ടെ പ്യുവർ ലവ്. സ്നേഹം ഇങ്ങനെ എംബോഡിഡാണ്, സ്നേഹം ഇങ്ങനെ മാംസം ധരിച്ചതാണ്. അതിലേക്ക് യോഹന്നാൻ തൻ്റെ ശിരസ് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ശുദ്ധ സ്നേഹം. അതുകൊണ്ട് അതൊരു പുരുഷൻ്റെ നെഞ്ചാണെന്ന് പോലെ അയാൾക്ക് തോന്നണില്ല. വർഷങ്ങൾക്ക് ശേഷം ആ അനുഭവത്തെ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ ഉപയോഗിക്കുന്ന പദം പുരുഷൻ്റെ നെഞ്ചെന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, സ്ത്രീയുടെ നെഞ്ചെന്ന മാറ, യേശുവിൻ്റെ മാറ, ഭൂസം. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ബ്രസ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ചെസ്റ്റല്ല. അങ്ങനെ ആ ശുദ്ധ സ്നേഹത്തിൻ്റെ ആ മുലപ്പാൽ കുടിച്ച് യോഹന്നാൻ ഇങ്ങനെ ഇരുന്നു.
എന്താണ് സ്നേഹം? സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഡെഫിനിഷനാണ് യോഹന്നാൻ്റെ ഈ ഒരു പോസ്റ്റർ. എന്താണത്? സറണ്ടറിങ് യുവർ ലോജിക് ടു ദ ഹാർട്ട്. സ്വന്തം യുക്തിബോധത്തെയും സ്വന്തം ധാരണകളെയും സ്വന്തം കണക്കൂട്ടലുകളെയും സ്വന്തം ലാഭനഷ്ടക്കോളങ്ങളെയും ഒക്കെ ഹൃദയത്തിന് കീഴ്പ്പെടുത്തുന്ന പരിപാടിയുടെ പേരാണ് സ്നേഹം. സറണ്ടർ യുവർ ഹെഡ് ടു ദ ഹാർട്ട്. അതിനുശേഷം ആരുടെയും ജീവിതം പഴയതല്ല. ഹൃദയം പറയുന്നത് ചെയ്യുക, ഹൃദയത്തിൻ്റെ പ്രചോദനങ്ങൾ കേൾക്കുക, ഹൃദയത്തിൻ്റെ പ്രോംപ്റ്റിംഗ് അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ ഉള്ളതിന് വിളിക്കുന്ന വാക്കാണ് സ്നേഹം. ആ ഹൃദയപൂർവ്വമുള്ള ജീവിതത്തിലേക്കുള്ള ക്ഷണവുമായിട്ട് യേശു തൻ്റെ ശിഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ രാത്രിക്ക് ശേഷം യോഹന്നാൻ്റെ ജീവിതം പഴയതല്ല. പിന്നീട് യോഹന്നാന് സംഭവിച്ച മാറ്റങ്ങൾ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ 1, 2, 3 കാര്യമായ വിസ്തീർണങ്ങളില്ലാതെ എണ്ണി പറയാവുന്നേ ഉള്ളൂ. ഒന്ന്, ആ രാത്രിയിൽ അയാളിങ്ങനെ യേശുവിൻ്റെ മരണത്തോളം കൂട്ടുപോയി. ഇങ്ങനെ തലകൊണ്ട് ജീവിക്കുന്നവരാണ് ഓരോരുത്തരെയും പാതി വഴി വിട്ടിട്ട് പോവുക. ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർ ഇങ്ങനെ അവസാനത്തോളം വരെ കൂടെ പോകും. അവൾക്ക് രോഗം പിടിപെട്ടത് കൊണ്ടോ കുഞ്ഞ് ഒരു പോലീസ് കേസിൽ പെട്ടതുകൊണ്ടോ ഒന്നും ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് ഈ സ്നേഹ ദർശനമുള്ളവർക്ക് പറ്റിയതല്ല. അവസാനം വരെ പോകും, ടു ദി എൻഡ്. പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് നന്നായിട്ട് മനസ്സിലാവുന്ന സ്ത്രീകൾക്കായിരിക്കും. അതുകൊണ്ടാണ് ഒരു പുരുഷനും 4 സ്ത്രീകളുമാണ് യേശുവിൻ്റെ കുരിശിനോളം പോയത്. അവർക്ക് വളരെ കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഹൃദയം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന സംഭവം. പലപ്പോഴും അവർ ഹൃദയത്തെ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് അവിടെ വെച്ച് അയാളുടെ ബന്ധങ്ങൾ വിശാലമാകുന്നു. തൻ്റെ ആരുമല്ലാത്തൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറയാണ്, ഇത് നിൻ്റെ അമ്മയെ. യുദ്ധസ്നേഹത്തിലോട്ട് വന്ന മനുഷ്യരുടെ ബന്ധങ്ങൾ നിശ്ചയിക്കുന്നത് രക്തമല്ല, ക്ലാനല്ല, വംശവൃക്ഷമല്ല, ആ കുടുംബമരമല്ല. അവർക്കിങ്ങനെ എല്ലാവരും ഉറ്റവരായിട്ട് അനുഭവപ്പെടും. തൻ്റെ ആരുമല്ലാത്തൊരു സ്ത്രീ ഈ മനുഷ്യൻ എങ്ങനെയാണ് അമ്മയായത്? ആ സ്ത്രീക്ക് ഈ മനുഷ്യൻ എങ്ങനെയാണ് മകനായത്? ഒരാൾ നിങ്ങളുടെ സഹോദരനോ സഹോദരിയായിട്ട് സഹോദരിയോ മാറണമെങ്കിൽ ഒരേ നമ്മുടെ ഉദരത്തിൽ തന്നെ പിറക്കണമെന്ന് ആരാശടിക്കുന്നത്? ഒരേ സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന, ഒരേ നന്മയെ കിനാവ് കാണുന്നവർക്ക് ഇങ്ങനെ ഉറ്റവരായിട്ട് മാറാൻ പറ്റും. പിന്നെ ഈ മനുഷ്യന് യേശുവിൻ്റെ പിളർക്കപ്പെട്ട നെഞ്ചിൻ്റെ കാഴ്ച ഉണ്ടായി. ശുദ്ധസ്നേഹത്തിൻ്റെ ഉറവ് കണ്ടു. അത് അയാളുടെ ജീവിതത്തിലുള്ള ഉടനീളം സ്വാധീനം പുലർത്തും. മരിച്ചവൻ്റെ ചങ്കിൽ നിന്ന് രക്തവും ജലവും ഒഴുകണ കണ്ടു. ആ നനവിൽ അയാൾ ശിഷ്ടകാലം മുഴുവൻ ഈർപ്പമുള്ളതായിട്ട് വസിക്കും. നാലാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു, കൃത്യമായ ഈസ്റ്റർ ദിനത്തിൽ കല്ലറ ശൂന്യമാണെന്ന് കേട്ട മാത്രയിൽ യോഹന്നാനും പീറ്ററും കൂടി യേശുവിൻ്റെ ശവകുടീരത്തിലേക്ക് ഓടി. ആദ്യം ഓടിയെത്തുന്നതും ആ കല്ലറയിലേക്ക് ആദ്യം ഓടിയെത്തുന്ന യോഹന്നാനാണ്. എന്നിട്ട് അടുത്ത വരി എന്താണ്? യോഹന്നാൻ അകത്തേക്ക് പ്രവേശിച്ചില്ല, മറിച്ച് പത്രോസിന് പ്രവേശിക്കാൻ വേണ്ടി മാറിയിരുന്നു. എന്തുമാത്രം മത്സരമുള്ള ശിഷ്യന്മാരായിരുന്നു അവർ. യേശു മരിക്കുന്നതിന് 18 മണിക്കൂർ മുമ്പ് പോലും തങ്ങളിൽ ആരാണ് വലിയവരെന്ന് അവർ തർക്കിച്ചത് കൊണ്ടാണ് യേശുവിന് തന്നെ ഇങ്ങനെ കാൽപാദങ്ങൾ കഴുകേണ്ടതായിട്ട് വന്നത്. എന്നാൽ വെറും 48 മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കരുത്തും ബലവുമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ വേറെ ആർക്കു വേണ്ടി മാറിക്കൊടുക്കുകയാണ്. ടു ഗീവ് വേ ഈസ് ദ ഡിഗ്നിഫൈഡ് വേ. ഓരോരോ ഇടങ്ങളിൽ കഴിവും ബലവുമുള്ള മനുഷ്യരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം. ബാക്കിയുള്ളവർ പുറകെ വരുന്നവരുടെ ചെരുപ്പ് പോലും അഴിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് വശത്തിലേക്ക് മാറി നിൽക്കണം. അത് ജീവിതത്തിൻ്റെ ആ കുലീനതയുടെ ഭാഗമാണ്. അഞ്ചാമതായിട്ട് 19 വർഷക്കാലം ഇയാൾ അമ്മ മേരിയെ മാത്രം ശുശ്രൂഷിച്ചും സംരക്ഷിച്ചും കഴിഞ്ഞുകൂടിയെന്നാണ് പാരമ്പര്യം പറയുന്നത്. എങ്ങോട്ടും പോയില്ല. ഈ സ്നേഹദർശനത്തിലേക്ക് വന്നവർക്ക് അച്ചീവ്മെൻറ്റ്സിനോട് താല്പര്യമില്ല, സക്സസിനോട് താല്പര്യമില്ല, കരിയറിനോട് താല്പര്യമില്ല. തങ്ങളെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ എന്തുമാത്രം ഭംഗിയോടും വിശ്വസ്തയോടും ചെയ്യാൻ പറ്റുമെന്നുള്ള അവരുടെ അന്വേഷണം. മാർത്തലേസ പറയുന്ന കണക്ക് വിജയിയാകാനല്ല, വിശ്വസ്തനാകാനാണ് എൻ്റെ വിളി. അമ്മ മരിച്ചതിന് ശേഷമാണ് യോഹന്നാൻ സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നത്. അവസാന കാലങ്ങളിൽ യോഹന്നാൻ ആകപ്പാട് ഉച്ചരിച്ചിരുന്ന വാക്ക് അത് മാത്രമായിരുന്നു, സ്നേഹം. ഒടുവിൽ എല്ലാ പദങ്ങളും മാഞ്ഞു പോകും. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അൽഷിമേഴ്സ് വന്നവർക്കും 1-2 പദങ്ങളൊക്കെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. അവരെല്ലാത്തിനും ആ വാക്ക് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ദൈവം പറയുകയാണ്, നിൻ്റെ ഓർമ്മകളൊക്കെ ഞാൻ എടുക്കാൻ പോവുകയാണ്, നിൻ്റെ പദങ്ങളെയൊക്കെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ നിറയെ പദങ്ങൾ കുത്തഴിഞ്ഞ നിഘണ്ടു കണക്ക് ചിതറി വീണ് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നീ ഏത് പദം എടുക്കും? ഞാനപ്പോൾ യോഹന്നാനെ കണക്ക് വിവേകിയാകും, സ്നേഹം. അപ്പോഴേക്കും ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും, മറ്റു പദങ്ങളുമൊക്കെ വെറുതെ ആയിരുന്നു. ആമേൻ.